guys, welcome back to Xylem Learning. It's me, Sri Bhama SB. മക്കളെ നിങ്ങളുടെ എക്സാമുകളൊക്കെ അടുത്തെത്താനായി ഇനി അടിപൊളിയായിട്ട് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ക്രിസ്മസ് എക്സാം വരാൻ പോവാണ് അല്ലേ. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഫുഡ് ഫോർ ഹെൽത്ത്, ആഹാരം ആരോഗ്യത്തിന് അല്ലേ. നമ്മുടെ ആരോഗ്യത്തിന് എന്ത് വേണം? ആഹാരം വേണം. സോ അതിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ മക്കൾ അറിയേണ്ട ഒരു ടോപ്പിക്കാണെന്ന് മിസ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ദേ ശ്രദ്ധിച്ചോ, ദേ പിടിച്ചോ, ഏതാണെന്ന് മിസ് പറഞ്ഞുതരാം. അതിനു മുമ്പ് നോക്കി നിങ്ങളെ പോലൊരു കുട്ടിയാണ് അല്ലേ, നല്ല ഹെൽത്തി ആയിട്ട് ബാഗൊക്കെ നോക്കി സ്കൂളിൽ അങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നിങ്ങൾ രാവിലെ പോകാൻ നിൽക്കുന്ന അതേപോലെയാണ് അല്ലേ, നല്ല കുട്ടപ്പനായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കുട്ടീനെ നിങ്ങൾ ആലോചിച്ച് വെക്കണേ, ശ്രദ്ധിച്ചോ. അതുപോലെയാണോ ഈ കുട്ടി? ഈ കുട്ടീനെ കാണുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നത്? ഭയങ്കര ശോഷിച്ച് എന്തോ അസുഖം പിടിച്ച പോലെ ഉണ്ട് അല്ലേ. നമുക്ക് കാണുമ്പോൾ തന്നെ പാവം തോന്നുന്നുണ്ട്. അപ്പോൾ ഒരുപാട് എന്തൊക്കെയോ ബുദ്ധിമുട്ടായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളെ അസുഖങ്ങളായിട്ട് ബാധിച്ചിട്ടൊരു കുട്ടിയാണിത്. എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ ആയതെന്നറിയോ? നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നതൊക്കെ നമ്മൾ ഭാഗ്യം ചെയ്ത മക്കളാണ്. നമ്മളെല്ലാവരും ഭാഗ്യം ചെയ്തവരാണ് അല്ലേ. അങ്ങനെ അല്ലാത്ത ഒരുപാട് പേരുണ്ട്, അസുഖങ്ങളെ ബാധിച്ചു കിടക്കുന്നവരുണ്ട്. ശരിക്കും ഈ കുട്ടിക്ക് പറ്റിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ റിലേറ്റഡ് ആയിട്ടുള്ള, മാംസ്യം റിലേറ്റഡ് ആയിട്ടുള്ള കുറവ് കൊണ്ട് വന്നിട്ടുള്ളതാണ്. ഈ അസുഖത്തിനൊരു പേരുണ്ട്, അത് നമ്മൾ പഠിക്കും. അപ്പൊ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ബോഡിക്ക് വേണ്ട ഒരു സാധനമാണ് പ്രോട്ടീൻ അഥവാ മാംസ്യം. മാംസ്യം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടാവും അത് ഇതിൽ നിന്ന് കിട്ടുന്നതാ. നമ്മൾ മെയിൻ ആയിട്ട് ഈ മീറ്റിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നതാണ് ഈ മാംസ്യം. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവില്ലേ, പല ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ടാവും എല്ലാ ടൈപ്പ് ഫുഡ് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. വൈറ്റമിൻസും മിനറൽസ് അടങ്ങിയിട്ടുള്ളതും അതുപോലെ തന്നെ പ്രോട്ടീൻസും ആൻഡ് ഫാറ്റ് കുറഞ്ഞ അളവിലേ വേണ്ടുള്ളൂ, അതും നല്ല ഫാറ്റ് വേണം. അങ്ങനെ ഒരുപാട് സാധനങ്ങളെ നമ്മൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഒരേ ടൈപ്പ് ഫുഡ് മാത്രം ഒരിക്കലും നമ്മൾ കഴിക്കരുത് അല്ലേ. അപ്പൊ ഈ മാംസ്യം മെയിൻ ആയിട്ടാ മിസ് കണ്ടോ, മിസ്സിന്റെ മുടിയൊക്കെ കണ്ടില്ല, ഇത്രയേ ഉള്ളൂ. മിസ്സിനൊക്കെ മാംസം കുറവാണോ എന്ന് അറിയത്തില്ല കേട്ടോ. മിസ്സിനൊക്കെ മുടി ഇത്രയേ ഉള്ളൂ, പക്ഷെ നല്ല അടിപൊളി ആയിട്ട് മുടി വളരാൻ വേണ്ടിയിട്ട്, നല്ല തഴച്ച് മുടി വളരാൻ വേണ്ടിയിട്ടാ. അതുപോലെ നമ്മുടെ സെല്ലുകളില, നമ്മുടെ കോശങ്ങളില, അതുപോലെ ഡൈജസ്റ്റീവ് ജ്യൂസുകളില, നമ്മുടെ ഡൈജഷനൊക്കെ കറക്റ്റായിട്ട് നടക്കാനൊക്കെ വേണ്ടിയിട്ടാ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഈ പ്രോട്ടീൻ അഥവാ മാംസ്യം എന്ന് പറയുന്നത്. അപ്പൊ മാംസ്യം അടങ്ങിയ ഭക്ഷണം ഒരുപാട് നമ്മൾ കഴിക്കണം. അപ്പൊ എന്താ മാംസ്യം നോക്ക്. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്ന പ്രധാന ഘടകമാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ ഇസ് എ മേജർ ഫുഡ് കോൺസ്റ്റിറ്റ്യൂവന്റ് ദാറ്റ് ഹെൽപ് ടു ഡെവലപ്പ് ആൻഡ് ഗ്രോ ദ ഹ്യൂമൻ ബോഡി. ഓക്കെ, ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. പ്രോട്ടീൻ ഇസ് എസെൻഷ്യൽ ഫോർ ഫോർമേഷൻ ഓഫ് സെൽ, ഹെയർ, ഡൈജസ്റ്റീവ് ജ്യൂസസ്. മിസ് പറഞ്ഞില്ലേ, നല്ല ഭംഗിയുള്ള മുടികൾക്ക് എന്ത് വേണം? പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കാൻ. ജിമ്മിൽ പോകുന്നവർ തന്നെ ചോദിച്ചു നോക്കുക, അവരൊക്കെ പ്രോട്ടീൻ കഴിക്കും. പ്രത്യേകിച്ച് പ്രോട്ടീൻ പൗഡർ വരെ അവർ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. കാരണം നമ്മുടെ ബോഡിക്ക് അത്രയും അത്യാവശ്യമാണ് പ്രോട്ടീൻ, മാംസ്യം എന്ന് പറയുന്നത് കേട്ടോ. ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജോൽപാദനത്തിലും പ്രോട്ടീൻ പ്രയോജനപ്പെടുന്നു. അപ്പോൾ ഊർജം, നമുക്ക് എനർജി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, നല്ല വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എനർജിക്ക് വേണ്ടിയിട്ടും പ്രോട്ടീൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത്. HCONS എന്ന് പഠിച്ചു വെച്ചോ. എന്ന് വേണമെങ്കിൽ പഠിച്ചു വെച്ചോ കേട്ടോ. ഏതൊക്കെയാന്നുള്ളത്? കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, സൾഫർ, ഹൈഡ്രജൻ. ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ മിസ് ഇപ്പോൾ ഒരു 50 കിലോ ഉണ്ട് വിചാരിച്ചോ, മിസ്സിന് 50 ഗ്രാം പ്രോട്ടീൻ അവിടെ ആവശ്യമാണ് പറയുന്നത്. 1 കിലോന് 1 ഗ്രാം വീതം വേണം എന്നാണ് പറയുന്നത് കേട്ടോ. സോ പ്രോട്ടീൻ ഇസ് എസെൻഷ്യൽ ആണ്. പ്രോട്ടീൻ പ്രൊഡ്യൂസസ് എനർജി ഇൻ ദ ആബ്സെൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് accordance with the body weight one should be obtain protein from diet as a rate of 1 gram per kilogram. അപ്പൊ നമ്മള് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാണ്ടിരുന്നാൽ നമുക്ക് ഇതേപോലത്തെ അവസ്ഥയാവും. ഈ ഒരു അസുഖത്തിന് പറയുന്ന ഒരു പേരുണ്ട്, മിസ് പറഞ്ഞില്ലേ, ഇങ്ങനെ ഹെൽത്ത് പരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, മാംസ്യത്തിന്റെ അളവ് കുറവുള്ളവര്. അപ്പൊ പ്രത്യേകിച്ചും പല സ്ഥലങ്ങളിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാടിലൊക്കെ ജീവിക്കുന്ന ആദിവാസി സമൂഹത്തിനൊന്നും ഇങ്ങനെ പറയുന്ന പോലെ നമ്മളെ പോലെ ഫുഡ് നല്ലതൊന്നും കിട്ടണമെന്നില്ല. അപ്പൊ അവർക്കൊക്കെ ഒരുപാട് വരുന്ന ഒരു അസുഖമാണ് ഈ അനീമിയ, അതേപോലെ തന്നെ ക്വാഷിയോക്കർ എന്ന് പറയുന്ന രോഗങ്ങളൊക്കെ. ശരിക്കും നമ്മൾ ഈ മാംസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു പേരാണ് ക്വാഷിയോക്കർ അഥവാ ക്വാഷിയോക്കർ എന്ന് പറയുന്ന രോഗം. പ്രോട്ടീന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. ക്വാഷിയോക്കർ ഇസ് എ ഡിസീസസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി പ്രോട്ടീൻ. അപ്പോൾ ദ ബോഡി ഈസ് അഫക്റ്റഡ് വിൽ ബി വീക്ക് ആൻഡ് പ്രൊട്രൂഡഡ് ബെല്ലി.
എന്ന് വെച്ചാൽ ഇവരുടെ ശരീരം ശോഷിച്ചതും വയറ് വീർത്തതും ആയിരിക്കും. ഈ കുട്ടീനെ നോക്കുക, കുഞ്ഞായിട്ടുള്ളൊരു കുഞ്ഞാലേ, പക്ഷെ അതിന് വയറ് കണ്ടോ ഭയങ്കര വീർത്തിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ക്വാഷിയോക്കർ എന്ന് പറയുന്ന രോഗമാണത്. ശരിക്കും നമ്മൾ അതുകൊണ്ടാണ് എപ്പോഴും ഡോക്ടേഴ്സും നമ്മുടെ ടീച്ചേഴ്സും ഒക്കെ നിങ്ങളോട് പറയുന്നത് എല്ലാ ഭക്ഷണങ്ങളും കഴിച്ച് പഠിക്കണം. ഒരു ടൈപ്പ് മാത്രം കഴിക്കരുത്, ജങ്ക് ഫുഡ് മാത്രം കഴിക്കരുത്, വെജിറ്റബിൾസ് മാത്രം കഴിക്കരുത്, എല്ലാം ഇൻക്ലൂഡ് ചെയ്യുക. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആൻഡ് അതേപോലെ തന്നെ വേണ്ട എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്ന ഫുഡ് ഐറ്റം വേണം എൻ്റെ മക്കൾ എന്ത് ചെയ്യാൻ, കഴിച്ചു വളരാൻ. റെഡി? അപ്പൊ ഏതിലൊക്കെ ഉണ്ട് മാംസം എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരില്ലേ? ഏതൊക്കെയാ മിസ്സേ ഞങ്ങൾ കഴിക്കേണ്ടതെന്ന് ചോദിക്കില്ലേ? താറാവിന്റെ മീറ്റ, താറാവിന്റെ മുട്ട, അതിനകത്തൊക്കെ ഒരുപാട് പ്രോട്ടീൻ റിച്ച് ആണ്, പ്രോട്ടീൻ കണ്ടന്റ് നന്നായിട്ടുണ്ട്. റെഡി? ആൻഡ് അതുപോലെ കാഷ്യൂനട്ട്, അണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ ദിവസം 2 വീതമൊക്കെ കഴിക്കുന്നത് നല്ലതാ പറയും. ഡേറ്റ്സ് കഴിക്കുന്നത് നല്ലതാന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ വീറ്റ്, ഗോതമ്പ്, അതിനകത്തൊക്കെ എന്തുണ്ട്? പ്രോട്ടീൻ ഉണ്ട്. സദാ നോക്കിക്കോ, ഓരോന്നിൽ എത്ര പ്രോട്ടീൻ ഉണ്ട്. നമ്മൾ വെറുതെ വാരി വലിച്ചും കഴിക്കരുത് കേട്ടോ. നമുക്കൊരളവുണ്ട്, ആ അളവിലാണ് നമ്മൾ കഴിക്കേണ്ടത്. കുറേ വാരി വലിച്ച് കഴിച്ചിട്ട് നമുക്ക് കാര്യമില്ല. അളവിനനുസരിച്ച് മിതമായി എല്ലാം നമ്മൾ കഴിച്ച് പഠിക്കണം. അപ്പൊ ഇതാ റൈസ്, ഗോതമ്പിൽ 11.8 ഉണ്ട്. കാഷ്യൂനട്ട് നോക്കുക 21 ഒക്കെ ഉണ്ട് പ്രോട്ടീൻ. നോക്കുക സാർഡൈൻ, നമ്മുടെ മത്തി, അയില മത്തി, ചൂര, മത്തി എത്രയുടെ 19.6. ഡക്ക്, താറാവ് 21.6. ഒന്ന് ആലോചിച്ച് നോക്കടാ, 21.6 ഉണ്ട്. അപ്പൊ താറാവൊക്കെ മീറ്റൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് അല്ലേ. താറാവ് മുട്ട 13.5, കോഴിമുട്ട 13.3, ആട്ടിറച്ചി 21.4 ഉണ്ട്, പശുവിൻ പാല് 3.2. ചെറുപയർ, ഗ്രീൻ ഗ്രാം, ചെറുപയർ നല്ല എന്ന് പറയും. എപ്പോഴും നമ്മൾ ഡോക്ടേഴ്സ് പോകുന്ന സമയത്ത് പറയുന്നതാണ് ധാന്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണമെന്ന്. ഈ ചെറുപയർ, കടലൊക്കെ എപ്പോഴും ആഡ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. 17.1 നിലക്കട, ഗ്രൗണ്ട് നട്ടില്. അപ്പൊ ഈ പറയുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ മാക്സിമം എൻ്റെ മക്കൾ കഴിക്കാം. ഓക്കെ, ഇഷ്ടമല്ലെങ്കിലും കഴിക്കാം. മട്ടനൊക്കെ കഴിക്കാമല്ലോ, ആൻഡ് ചിക്കനൊക്കെ കഴിക്കാം, ആൻഡ് അതുപോലെ തന്നെ ഗ്രൗണ്ട് നട്ടും ഗ്രീൻ ഗ്രാം ഒക്കെ കഴിക്കാം. ചെറുപയർ കറിയൊക്കെ കഴിച്ചാൽ നല്ലതല്ലേ. അതൊക്കെ നമ്മുടെ ബോഡിക്ക് നല്ലതാണ്. അമ്മമാരൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഇന്നത്തെ ഫുഡൊക്കെ കഴിച്ചു പഠിക്കാൻ. റെഡി? അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മിസ് ഡിസ്കസ് ചെയ്തത്, മാംസ്യം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. അപ്പൊ പ്രോട്ടീനിൽ എന്തൊക്കെ വേണം, എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, ഏതൊക്കെ ഫുഡിലുണ്ട് എന്നുള്ള നമ്മൾ പഠിച്ചു. ഇനി ബാക്കിയും കുറേ പഠിക്കാനുണ്ട്, അത് വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ എല്ലാവരും അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടിരിക്കുക. ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ അതുവരേക്കും ബൈ ബൈ, സീ യു ഡിയേഴ്സ്.